ഇവിടെ അവന്റെ പുറത്ത് അഞ്ചുണ്ട്. അതെനിക്ക് ഓർമ്മക്കുണ്ട്. എന്താ ചെയ്യുന്നത്? എനിക്ക് ഓർമ്മക്ക് എനിക്ക് ജോലി ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ജോലി മേടിച്ച് കാശ് മേടിക്കണം. ജോലി ചെയ്ത് കാശ് മേടിക്കണം. അത് ശരി. ജോലി ചെയ്ത് കാശ് കിട്ടുമോ? ആ ശരി. കാശ് കിട്ടിയിട്ട് എന്തിനാ? കാശ് കിട്ടുമ്പോ എനിക്ക് വെള്ളം വാങ്ങാൻ പറ്റും. വെള്ളം, സ്ട്രോബെറി എല്ലാം വാങ്ങാൻ പറ്റും. ഓ, വെള്ളവും സ്ട്രോബെറി മേടിക്കാനാണോ കാശ്? നമുക്ക് ഇത്തിരി കാശ് തരുമോ? അത് എന്റെ മിക്കകത്ത് കിടപ്പുണ്ട്. അതല്ല, മിക്കിയിലെ കാശല്ല. ജോലി ചെയ്ത് കാശ് മേടിക്കുന്നു പറഞ്ഞില്ലേ? ആ, അപ്പൊ അതിനകത്ത് ഇവിടെ വടി വെച്ചിട്ടുണ്ട്. എന്നെ തല്ലോ? അല്ല, ഇവിടെ ഇങ്ങനെ വെക്കാനാ. തല്ലോന്നില്ലേ, നിങ്ങളും എന്റെ ഇങ്ങനെ വെക്കാനാ. ഓ, അങ്ങനെ അങ്ങനെ അങ്ങനെ. ഇതുകൊണ്ടാ. അയ്യോ, അത് അങ്ങനെ വെച്ചിട്ടേ എന്തു പറയും? ഇവിടെ കാലിന്റെ അവിടെ ഒരു അടിയും വെച്ചു. അയ്യോ, എനിക്ക് ആരെങ്കിലും ഇവിടെ വന്ന് വർത്താനം പറഞ്ഞ ആ ചേച്ചിമാര് ഇവിടെ വന്ന് നിങ്ങളെ കൊണ്ടുപോയി മോളി ഹോർവെച്ച് കൊണ്ട് നിർത്തും. എവിടെ കൊണ്ട്? അവിടെ മോളിൽ കൊണ്ട് നിർത്തും. അപ്പൊ ഇങ്ങോട്ട് വന്നേക്കരുത്, ഞാൻ വാതിലടിച്ച് കൂട്ടും. അയ്യോ, എന്നാ ഇവിടെ മിണ്ടല് കേട്ട മിണ്ടാതിരുന്നോ? ജോലി ചെയ്യണോണ്ടാണോ ഞാൻ മിണ്ടാതിരിക്കണ്ടേ? ജോലിക്ക് ഇവിടെ കമ്പ് വെച്ചേക്ക. മിണ്ടിയാല് എനിക്ക് പ്രശ്നമാവോ? ഇതെന്നാ ചെയ്യുന്നത് ഇങ്ങനെ കൈ കൊണ്ട് കുത്തി കുത്തി? ആ സാധനത്തിൻ്റെ പേരെന്നാ, കുത്തണ സാധനം? അതിൻ്റെ പേരെന്താ? ആ കയ്യിരുന്ന് കുത്തണ സാധനത്തിൻ്റെ പേരെന്താ? അത് കീബോർഡ്. അറിയാലോ. അതിനകത്താണോ ജോലി ചെയ്യുന്നേ? വലിയ ജോലിക്കാരി. പിന്നെ ഇതിപ്പോ എന്ത് ജോലിയാ ചെയ്യുന്നേ? കീബോർഡ് ഇങ്ങനെ ചെയ്യുള്ളൂ. ഓ ശരി, അതാണോ ജോലി? അയ്യോ, പേടിച്ചു പോകുന്നു ഞാൻ. അതെ, കഴിഞ്ഞ ദിവസം ഒരു പാട്ട് പാടിയില്ലായിരുന്നോ? ഒന്ന് പാടിത്തരുമോ? എന്നാ ഞാനൊന്ന് പാടിക്കോട്ടെ. ഏത് പാട്ടായിരുന്നു? മൃദുവികാരമോ? ബാക്കി എന്തായിരുന്നു? അതോ ബാക്കി? ഹലോ, ആ ചേച്ചി, ഞാനിവിടെ ജോലി ചെയ്തിരിക്കുന്നു. മിണ്ടൂല. ഇവിടെ ആൻറ്റി വന്നോ? അവിടെ ആൻറ്റി വന്ന് ഇരിപ്പുണ്ട്. എന്റെ ഫോൺ ഇതാണ്, ചെറുതായതാ. ജോലി ചെയ്ത് കഴിഞ്ഞെങ്കിൽ കട്ടിലിൽ കയറി കിടന്ന് ഉറങ്ങിക്കൂടെ? അയ്യോ, ഇന്ന് രാത്രി ഇന്ന് ജോലിയൊക്കെ പെരട്ടിയായി ഇരിക്കും. പെരട്ടിയോ? ജോലിയൊക്കെ പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇന്ന് ഞങ്ങളൊന്നും ഉറക്കൂലേ? മേഡം ഇരുന്ന് ജോലി ചെയ്യാൻ പോണോ? ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ? അതിനകത്തോടി വരക്കാതെ ഞങ്ങൾ ഉറങ്ങിക്കോട്ടെ? മേഡം ജോലിക്കാരി, അച്ഛ ഇവിടെ കിടക്കാൻ പറ്റാത്തതാണ് അപ്പുറത്തെ കണ്ടും പോയി കിടന്ന് ഉറങ്ങി. ഞങ്ങൾക്ക് ഉറങ്ങണ്ടേ? ഞങ്ങൾക്ക് ഉറക്കം വരൂല്ലേ? സാറിന് ഉറക്കമില്ലെന്നും പറഞ്ഞേ.
ഫോൺ വിളിക്കുന്നു. ഈ മിന്നലില് ഫോൺ വിളിക്കുന്നേ. ആ ജനിമേടായിരുന്നു. ആ കൊച്ചവിടെ ഉണ്ടോ? ആ കൊച്ചെവിടെ ഇരിപ്പുണ്ട്? അതിനെടുത്ത് ഞാൻ എൻ്റെ അമ്മയുടെ കൊച്ച. നീ ജോലിക്കാരിയാണോ? അതെ. ഇവിടെ അമ്മ ഇരിപ്പുണ്ട്. ആ അമ്മ ഇരിപ്പുണ്ട്. അമ്മ എൻ്റെ ഫോൺ ജനിമേട വിളിക്കുന്നത്. ആണോ? ആ ഹലോ ജെനി മാഡം. ആ ആ ശരി ശരി. ആ ഞാൻ മാഡത്തിന് കൊടുക്കാം. ഇഷാനി മാഡത്തിന് കൊടുക്കാം. ശരി, എന്നാ മാഡത്തിന് കൊടുക്കാൻ പറഞ്ഞു. ആ ഹലോ. ഞാനിവിടെ ബുക്കെടുത്ത് പഠിക്കുക. ഹോംവർക്ക് ചെയ്യുവാണേ. ആണോ? നാളെ ഇവിടെ വരുവോ? ആ നാളെ ഇവിടെ വരാം. നാളെ ഇവിടെ വന്നോന്ന്. ആ വരാൻ പറയൂ. ഞാൻ വരാം. നാളെ ഓഫീസിൽ ഞാൻ അമ്മേനെയും കൂടെ വിളിച്ചോണ്ട് ഓഫീസിൽ വരാം. ഞാനും ഉണ്ട്. ഓക്കെ. അമ്മയും ഞാനും സെക്രട്ടറി പോവാലോ. ആ ഇനിയെങ്കിലും നമുക്ക് ഉറങ്ങാം. സത്യമായിട്ട് എനിക്ക് ഉറക്കം തന്നെ. ആ ഉറങ്ങിപ്പോകും. വിളിക്കുന്നു. ഓ പിന്നെയും വിളിച്ചോ? ഇത് ആരാ ഇത്? ആ ഹലോ. ആ സാറായിരുന്നോ? സാറേ ആ എപ്പോഴും വരുന്ന കാരണമാണ് ഞാൻ വിളിച്ചത്. ആണോ? അതെ. എന്റെ കൊച്ചവിടെ ഉണ്ടോ? കൊച്ചിന്റെ കൈ കൊടുക്ക. ആ ഹലോ. ആ സർ. ആ പറയൂ സർ. ആ ഓക്കെ ഓക്കെ സർ. ശരി. ആ മാഡം ഇവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ ഉറക്കം വന്നിട്ട് ഒരു രക്ഷയില്ല. ഞാൻ തൂങ്ങി തൂങ്ങി ഇവിടെ ഇരിക്കുക. പക്ഷെ മാഡം കമ്പ്യൂട്ടറിൽ ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്യുന്നു, എന്തൊക്കെയോ ജോലികൾ ചെയ്യുക. ജോലി ചെയ്ത് കാശ് കിട്ടണമെന്നാണ് പറഞ്ഞത്. എന്തോ സ്ട്രോബെറിയൊക്കെ മേടിക്കണമെന്ന്, സാധനങ്ങൾ മേടിക്കണമെന്ന്. ആ ശരി, ഞാൻ കൊടുക്കാം, മാഡത്തിന് കൊടുക്കാം. ഹലോ സാർ, ഞാനിവിടെ ജോലി ചെയ്യുകയാണ്. മാഡം ഞാൻ ഉറങ്ങി തൂങ്ങി വീഴും. മാഡം പ്ലീസ് ഒന്ന് വന്ന് കിടക്കൂ. മാഡത്തിന് വേണ്ടി ഈ കട്ടിൽ കാത്തിരിക്കുകയാണ് മാഡം. ഈ കട്ടിൽ കാത്ത് കിടക്കുകയാണ്. മാഡം ഒന്ന് വന്ന് കിടക്കൂ. അയ്യോ ജെനിമേടെ എപ്പോഴും വിളിക്കുവാണോ? അയ്യോ മറ്റവരുടെ പേരെന്താ? ആരുടെ? അമ്മയുടെ മറ്റവരുടെ പേരെന്താ? ഏത് മറ്റവര്? അമ്മയുടെ ബിനിതാന്റിയോ? ഹലോ മിർദാന്റി. അമ്മയുടെ പേര് കൊടുക്കാം. ഹലോ. ആ ബിനിത. ആ മാഡം വർക്കിങ്ങില്ല. ആ ഭയങ്കരമായിട്ട് ടൈപ്പ് ചെയ്യുക. ഒരുപാട് സാധനങ്ങൾ നാളെ രാവിലെ തന്നെ ഓഫീസിൽ കൊണ്ട് കൊടുക്കാനുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ഉറക്കമില്ല. ഞങ്ങളെല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുക. മാഡത്തിനെ കിടത്താതെ ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റില്ലല്ലോ. ആ ശരി, എന്നാ കട്ട് ചെയ്തു. മാഡം പ്ലീസ് ഇന്നത്തെ ജോലി മതി. മാഡം വല്ലാതെ ക്ഷീണിച്ചു. ഇനി എടുക്കണ്ട, കട്ട് ചെയ്തു. ഹലോ. ഈ സാറെന്താ ഇപ്പോഴും വിളിക്കുന്നേ? വിളിച്ചോട്ടെ. ആര് വിളിച്ചാലും ഞാൻ ഉറങ്ങിയെന്ന് പറഞ്ഞില്ല കേട്ടാ. ഞാൻ കിടക്കുക. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.